ഇന്ന് ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു ഫേഷ്യൽ നമ്മൾ വീട്ടിൽ ചെയ്താലുണ്ടല്ലോ സ്കിൻ അത്ര സൂപ്പറായിരിക്കും എന്ന് വെച്ചാൽ ഗ്യാരണ്ടിയാണ്. 10 days കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിൻ അത്രയും ഗ്ലോ ആയിരിക്കും, അത്രയും ബ്രൈറ്റ് ആയിരിക്കും. ഒരു സംശയം വേണ്ട കേട്ടോ. ഞാൻ അത്രമാത്രം എന്താ പറയുക 100% ഗ്യാരണ്ടി പറയുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു ഇൻസ്പിറേഷൻ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിത് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ചെയ്യണം, ചെയ്തിട്ട് റിസൾട്ട് അറിയണം, നിങ്ങൾ എന്നോട് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. കാരണം ഒരുപാട് പേർക്ക് പാർലറിൽ പോയി നമ്മളൊരു കല്യാണമോ ഫംഗ്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറയും, മാം ഏത് ഫേഷ്യലാണ് ചെയ്യേണ്ടത്, ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫേഷ്യൽ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫേഷ്യൽ വീട്ടിൽ ചെയ്താൽ മതി. സ്കിൻ അത്രയും ഗ്ലോ ആയിരിക്കും. ഓരോ രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ നാച്ചുറലായിട്ടാണ്. അത്ര ഗ്ലോ ആയിരിക്കും. നമ്മളുടെ സ്കിന്നൊക്കെ അണ്ണീവണൊക്കെ മാറി ഈവൺ സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അത്ര സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് രീതിയിലുള്ള പാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ലപോലെ റിസൾട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നത്തേന്ന് പറയുന്നത് ഒരു ഫേഷ്യലാണ് കേട്ടോ. അത് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് നല്ലൊരു സംഭവമാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, അൺഈവൺ മാറും, ഉറപ്പിലും മാറും. അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും, എല്ലാം തന്നെ പറ്റും. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഗ്യാരണ്ടി പറയാണ്, നമ്മൾ എത്ര പാക്ക് ഇട്ടാലും ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്യേണ്ടതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നമ്മളുടെ സ്കിൻ കെയറിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഞാൻ നാച്ചുറലായിട്ടുള്ള ഒരുപാട് പാക്കുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ മാറ്റിയിട്ട് ഇത് ചെയ്യണമെന്നുള്ളത്. ഒരിക്കലുമല്ല. നമ്മൾ സ്കിൻ കെയർ നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വേണം നമ്മൾ പാക്ക് യൂസ് ചെയ്യാനാണെങ്കിലും ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനാണെങ്കിലും നമുക്ക് സ്കിൻ കെയറും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. കാരണം നമ്മളുടെ സ്കിന്നിൻ്റെ നമ്മൾ ബേസിക്കായിട്ടൊരു സംഭവമാണ് സ്കിൻ കെയർ എന്നുള്ളത്. അത് ചെയ്യാതെ നിങ്ങൾ എത്ര പാക്ക് ഇട്ടാലും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഒരു റിസൾട്ട് കിട്ടണം. എപ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലേ. നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലോ കിട്ടി എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലായ്പ്പോഴും നമ്മുടെ സ്കിൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളും അതുപോലെ പാക്കുകൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഇതെല്ലാം തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി പറയും അത്രയും സൂപ്പർ സ്കിൻ നിങ്ങളുടെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്കിന്നിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യുക. പ്ലസ് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള പാക്കുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുക, നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ പാർലറിൽ പോകണം, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഒരുപാട് പേരായിട്ട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് പലവരുടെയും പ്രശ്നം കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ അവർക്ക് അറിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ അറിയില്ല. സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങളാണ്. ചെറിയ ഒരു 25-30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ നോക്കുമ്പോഴും ഒരുപാട് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനെ നോക്കുമ്പോഴും ഒരുപാട് പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു നമ്മളുടെ സ്കിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്കിൻ കെയർ ചെയ്യാൻ അറിയുന്നില്ല. പ്ലസ് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വേണം, പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ അത് എങ്ങനെ ഉപയോഗിക്കണം, ഇതൊന്നും അറിയാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സ്കിന്നിനുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് പോയി ഡോക്ടറെ കണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സൺസ്ക്രീനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും. അത് കുറേ കാലം കഴിയുന്നു, കുറേ നാളത് ഉപയോഗിക്കും, റിസൾട്ടൊന്നും കാണുന്നില്ല. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയറിൻ്റെ ഒരു ഗൈഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ 40s അതേ ആൻറ്റി ഏജിങ്ങിലുള്ളവരുടെ സ്കിന്നിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും സ്കിൻ എത്രത്തോളം റിപ്പയർ ആണെങ്കിലും അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. 3 മാസം കൊണ്ട് ഞാനത് എന്താ പറയുക ഒരു നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീനിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. ഒരുപാട് കോസ്റ്റ്ലിയോ കാര്യങ്ങളോ ആയിട്ടുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, നോർമലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ
പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കത് കറക്റ്റ് ചെയ്യാം. കാരണം ആ ഒരു റൊട്ടീൻ നിങ്ങൾ കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്താലും നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗ് റൊട്ടീൻ എന്താണ്, നൈറ്റ് റൊട്ടീൻ എന്താണ്, നമ്മുടെ സ്കിൻ എന്താണ്, സ്കിന്നിൻ്റെ പ്രശ്നം എന്താണ്, നമ്മളുടെ ഏജിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് പൈസ നമ്മൾ ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റ് നോക്കി നമ്മൾ കളയുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇന്ന് ഓൺലൈനിൽ ഇന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മേടിക്കുന്ന നാളെ അത് കണ്ടു കഴിഞ്ഞാൽ അത് മേടിക്കുക, അവസാനം ഏത് ഉപയോഗിക്കില്ല, ഏതൊന്നും റിസൾട്ടും കിട്ടത്തില്ല. അപ്പോൾ അത് റീസൺ എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്നവരാണ്, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് 100% ഞാൻ റിസൾട്ട് തരും കേട്ടോ. ക്ലിയർ സ്കിൻ 3 months കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ജോയിൻ ചെയ്യണമെന്നുള്ളവർ നമ്മൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസം കൊണ്ട് വെറുതെ പറയുന്നതല്ല, അത്രമാത്രം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ. ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഹെൽത്തി ആക്കിക്കൊണ്ട് നമ്മൾ നാച്ചുറലായിട്ട് തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഞാൻ അത്രയും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണ് ആ കാര്യത്തിൽ. കാരണം എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടോ. അപ്പോൾ 3 മാസത്തേക്കാണ് വരുന്നത്. 3 മാസത്തേക്ക് ഒരു ഫീസ് ഉണ്ട്. 5,000 rupees നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ഒരുപാട് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടും ഒത്തിരി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒരുപാട് പൈസ കളയുന്നവരുണ്ട്. പക്ഷേ ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കി നിങ്ങൾക്കൊരു റൊട്ടീനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് അത്രമാത്രം റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്. തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളെ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് നോക്കാട്ടോ. എങ്ങനെയാണെന്ന് അടിപൊളി ട്രീറ്റ്മെൻറ്റാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫേസിലേക്ക് ആദ്യം നമ്മൾ ക്ലെൻസറായിട്ട് ഇവിടെ എടുക്കേണ്ടത് നമ്മളുടെ റൈസ് വാട്ടറാണ് കേട്ടോ. റൈസ് വാട്ടർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പല വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. റൈസ് കുറച്ച് കുതിർത്ത് വെക്കുക വെള്ളത്തിൽ. ഒരു 6 to 8 hours കുതിർത്തെടുത്ത വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി ക്ലെൻസറായിട്ട് യൂസ് ചെയ്യണത്. ആ വെള്ളം യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോട്ടൺ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്തെടുക്കുക. റൈസ് വാട്ടറിലാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് റൈസ് വാട്ടർ വെച്ച് ഞാൻ എങ്ങനെ സോക്കേണ്ടത് പറഞ്ഞു കേട്ടോ. ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു കോട്ടണോ എന്തെങ്കിലും അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഫേസ്. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി റൈസ് പൗഡറിലേക്ക് നമ്മൾക്ക് കുറച്ച് നമ്മളുടെ ഒന്നുകിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ ഇതേ തന്നെ ഈ റൈസ് വാട്ടർ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. റൈസ് വാട്ടർ നല്ലതാണ് കേട്ടോ. റൈസ് വാട്ടർ തന്നെ മതി. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഫേസിലേക്ക് എടുത്ത് വെച്ച റൈസ് വാട്ടർ ഉണ്ടാവുമല്ലോ, അത് തന്നെ ഈ റൈസ് പൗഡറിലേക്ക് 1 സ്പൂൺ എടുക്കുക കേട്ടോ. റൈസ് പൗഡർ അതൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാനാണ്. അതിലേക്ക് കുറച്ച് നമ്മളുടെ 1 സ്പൂൺ നമ്മളുടെ റൈസ് വാട്ടറും കൂടെ ഒഴിച്ച് നല്ലതുപോലെ സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ നല്ല സോഫ്റ്റായിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഉരച്ച് കളയരുത് കേട്ടോ. സ്ക്രബ് ചെയ്യാൻ പറയുമ്പോൾ ചില ആൾക്കാർ ഫേസൊക്കെ സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്യണ സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വീണ്ടും സോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക, യൂസ് ചെയ്യരുത്. ബാക്കി ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മളുടെ ഫേസ് ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കരുത്. വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. സ്ക്രബ് ചെയ്യുമ്പോൾ നോസിൻ്റെ ഏരിയ, ഇവിടെ നമ്മുടെ ഫോർഹെഡ്, അതുപോലെ തന്നെ നെക്ക് എല്ലാം തന്നെ ഫോക്കസ് ചെയ്ത് ഒരു 3 to 5 minutes 3 മുതൽ 5 മിനിറ്റ് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 സ്പൂൺ അലോവേറ ജെൽ എടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നമുക്ക് റൈസ് വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ എടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിന് നന്നായിട്ട് മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മസാജ് ഇങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിൽ മസാജ് കൊടുക്കുക. എപ്പോഴും സ്കിൻ മേളിലേക്കായിരിക്കണേ. ഇങ്ങനെ തന്നെ നന്നായിട്ട് സ്കിന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഈ ഒരു ഏരിയ ഇങ്ങനെ മേളിലേക്കും, അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മുടെ ഫോർഹെഡിൽ ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെയായിരിക്കണം കൊണ്ടുവരേണ്ടത്. ഇവിടുന്ന് നമ്മളിങ്ങനെ മേളിലേക്ക് വേണം കൊടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് ഒരു 7 to 10 minutes മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ക്ലിയർ ചെയ്യുക കേട്ടോ, തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മളുടെ ഒരു പാക്കാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. നല്ലൊരു പാക്ക്, വേറൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള കടലമാവാണ് വേണ്ടത്. കടലമാവ് ഒരു ബൗളിൽ നമുക്ക് ഫേസിലേക്ക് ആവശ്യമുള്ളത് എടുക്കുക. ദെൻ അതിലേക്ക് കുറച്ച് ടർമറിക്ക് ഒരു 1/4 സ്പൂൺ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ 3-4 പിഞ്ച്
ടർമറിക് എടുക്കുക. ടർമറിക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, അതായത് മഞ്ഞൾപ്പൊടി നമുക്ക് ഞാൻ പറയും കറിക്ക് യൂസ് ചെയ്യുന്നത് എടുക്കരുത് എന്നുള്ളത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കസ്തൂരി മഞ്ഞളാണോ ചോദിക്കുന്നവരുണ്ട്, യെസ് അത് മതി, നമുക്കൊരു കുറച്ച് 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നോർമലി നമ്മൾ പാക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു 15-20 മിനിറ്റ് ആവുന്ന സമയത്ത്, ഡ്രൈ ആവുന്ന സമയത്ത് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. എപ്പോൾ വാഷ് ചെയ്യുമ്പോഴും നമ്മൾ കൈ ഈ ഒരു രീതിയിലായിരിക്കണം, ഇങ്ങനെ താഴേക്ക് ആവരുത്, ഇങ്ങനെയും ആവരുത്, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ അത്രമാത്രം ബ്രൈറ്റ് ആയിരിക്കും കേട്ടോ. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 10 ടൈംസ് ചെയ്യുമ്പോൾ അത്ര മാറ്റം ഉണ്ടാവും കേട്ടോ, അത്രമാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക തന്നെ വേണം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് വേണം, നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. അത് 60 70 എത്രയോ വയസ്സായിക്കോട്ടെ കുഴപ്പമില്ല. അതിൽ ഡ്രൈനെസ്സും പിഗ്മെൻറ്റേഷനും എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പറ്റും. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.